ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎയുടെ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധിയെ വീണ്ടും തെരഞ്ഞെടുത്തു. അടുത്ത 4 ദിവസങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ മധ്യഭാഗങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കും. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ മത്സരവും ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎയുടെ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് 7:15 നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽപ്പെട്ട മറ്റ് രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലിദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബെ തുടങ്ങിയവരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖ വിദേശ നേതാക്കൾ. തുടർന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൌപദി മുർമു സംഘടിപ്പിക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. വെള്ളിയാഴ്ചയാണ് ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത്. നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ കാണുകയും BJP പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തതായി അറിയിക്കുകയും ചെയ്തിരുന്നു. NDA ഘടകകക്ഷികളുടെ പിന്തുണ അറിയിച്ചുള്ള കത്തും രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിദേശ രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്നതിനാൽ ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിൽ പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ഡ്രോണുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ പറത്തുന്നത് ഡൽഹി പോലീസ് നിരോധിച്ചു. ഇന്നും നാളെയും ഈ നിരോധനം തുടരും. വിവിധ റോഡുകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആകാശവാണി ഡൽഹി നിലയം രാഷ്ട്രപതി ഭവനിൽ നിന്ന് തത്സമയം പ്രക്ഷേപണം ചെയ്യും. ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം വൈകിട്ട് 6:45 മുതൽ FM ഗോൾഡ്, ഇന്ദ്രപ്രസ്ഥ, ആകാശവാണി ലൈവ് ന്യൂസ് ചാനലുകളിൽ കേൾക്കാം. ഈ പ്രക്ഷേപണം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി AR തത്സമയം കാണാം. തിരുവനന്തപുരം, അഹമ്മദാബാദ്, ബംഗളൂരു, ചെന്നൈ, കട്ടക്, ഗുവാഹത്തി, ഹൈദരാബാദ്, ഇംഫാൽ, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലെ ആകാശവാണി സ്റ്റേഷനുകൾ പ്രാദേശിക ഭാഷകളിൽ വിവരണം പ്രക്ഷേപണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ച ഒമാൻ, സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നന്ദി പറഞ്ഞു. സൌദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദ്, ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് എന്നിവരെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നന്ദി അറിയിച്ചത്. സൌദി, ഒമാൻ സർക്കാരുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചതിന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിനും രൺധീർ ജയ്സ്വാൾ നന്ദി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യ പരിശ്രമം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധി MPയെ വീണ്ടും തെരഞ്ഞെടുത്തു. ഇന്നലെ വൈകുന്നേരം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചത്. സോണിയാഗാന്ധി ഇത്തവണ രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത 4 ദിവസങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ മധ്യഭാഗങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ബീഹാർ, പശ്ചിമബംഗാൾ, ഒഡീഷ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഈ മാസം 12 വരെ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ നാളെ വരെ പരമാവധി താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയും അടുത്ത 4 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം അടുത്ത 5 ദിവസങ്ങളിൽ വടക്ക് കിഴക്കൻ ഇന്ത്യ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു.
അടുത്ത 4 ദിവസങ്ങളിൽ ഗോവ, മഹാരാഷ്ട്ര, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവ ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും മഴ ശക്തമാകും. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപകമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര മുതൽ വടക്കൻ കേരള തീരത്തിന് സമീപം വരെ ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെട്ടതിന്റെ സ്വാധീനത്താലാണ് ഇത്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 31-ന് അവസാനിക്കും. ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങളെല്ലാം തീരം വിട്ടുപോകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിരുന്ന ബോട്ടുകളിൽ ഭൂരിഭാഗവും ഇന്നലെ മടങ്ങിയെത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകും. തീരദേശം ഉൾപ്പെടുന്ന ജില്ലകളിൽ 24 മണിക്കൂറും ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കും. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനത്തിൽ പ്രഥമ പരിഗണന. ഈ മാസം 11 മുതൽ അടുത്ത മാസം 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കും. 2024-ലെ കേരള പഞ്ചായത്ത് രാജ് 2ാം ഭേദഗതി ബിൽ, കേരള മുനിസിപ്പാലിറ്റി 2ാം ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആകെ 28 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ജൂലൈ 25-ാം തീയതി സമ്മേളനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് പരാജയപ്പെട്ട പാകിസ്ഥാന് ഇത് നിർണായക മത്സരമാണ്. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യ, അമേരിക്ക, കാനഡ, പാകിസ്ഥാൻ, അയർലൻഡ് എന്നീ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിലവിൽ അമേരിക്കയാണ് ഒന്നാമത്. പട്ടികയിൽ ഇന്ത്യ 2ാമതും പാകിസ്ഥാൻ 4ാമതുമാണ്. സൂപ്പർ 8ലേക്ക് മുന്നേറണമെങ്കിൽ ഇന്ത്യയുമായുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ന് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കേണ്ടി വരും. രാത്രി 10:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഒമാൻ സ്കോട്ട്ലൻഡിനെ നേരിടും. ഗ്രൂപ്പ് സിയിൽ വെസ്റ്റ് ഇൻഡീസ് ഉഗാണ്ട മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെയും ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെയും പരാജയപ്പെടുത്തി. ഓസ്ട്രേലിയ നേടിയ 201 എന്ന സ്കോർ മറികടക്കാനിറങ്ങിയ ഇംഗ്ലണ്ടിന് നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അതേസമയം നെതർലൻഡ്സിനെതിരെ ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റിനാണ് വിജയിച്ചത്. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ നെതർലൻഡ്സ് ഉയർത്തിയ 104 റൺ വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക 18.5 ഓവറിൽ മറികടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസും ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. റോളണ്ട് ഗാരൂസിൽ ഇന്ന് വൈകിട്ട് 6-നാണ് മത്സരം. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിന്റെ കലാശക്കളിയിൽ ലോക 1-ാം നമ്പർ താരം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് കിരീടം ചൂടി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന 2024 ഗുസ്തി ടൂർണമെന്റിൽ വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം റീതിക ഹൂഡ വെള്ളി മെഡൽ നേടി. ബുഡാപെസ്റ്റ് ഗുസ്തി റാങ്കിംഗ് പരമ്പരയിൽ ഇന്ത്യയുടെ 4ാമത്തെ മെഡലാണ് ഇത്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ അമൻ ഷെഹ്റാവത്ത്, സ്ത്രീകളുടെ 53 കിലോഗ്രാമിൽ ആൻറ്റി ഭങ്കൽ, 57 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ അൻഷു മാലിക് എന്നിവരും വെള്ളി മെഡൽ നേടി. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ UN രക്ഷാസമിതിയുടെ അടിയന്തര സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് UN-ലെ പാലസ്തീൻ പ്രതിനിധിക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. ശനിയാഴ്ച സെൻട്രൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 210 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലേക്കുള്ള കൽക്കരി കയറ്റുമതി നിർത്തിവെക്കുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അറിയിച്ചു. ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം എന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ പാലിച്ചാൽ മാത്രമേ കൽക്കരി കയറ്റുമതി പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDAയുടെ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധിയെ വീണ്ടും തെരഞ്ഞെടുത്തു. അടുത്ത 4 ദിവസങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ മധ്യഭാഗങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കും. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ മത്സരവും ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.